ഹലോ, എന്തൊക്കെയുണ്ട്? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നത്. അപ്പം നമുക്ക് മുട്ടക്കുറുമ ഉണ്ടാക്കാം. മുട്ടക്കുറുമ ഉണ്ടാക്കാനായിട്ട് ഞാൻ മുട്ടയെല്ലാം പുഴുങ്ങി വൃത്തിയാക്കി തോലെല്ലാം കളഞ്ഞ് വെച്ചിട്ടുണ്ട്. എന്നിട്ട് ചട്ടി അടുപ്പ് വെച്ചതിന് ശേഷം നമുക്ക് അതിനകത്തേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഓയിൽ ഒഴിച്ചതിന് ശേഷം നമുക്ക് അതിനകത്ത് ഇഞ്ചി വെളുത്തുള്ളി ഞാൻ ചെറുതായിട്ടൊന്ന് ചതച്ചാണ് ഇഞ്ചി വെളുത്തുള്ളി ഇട്ട് കൊടുത്തത്. എന്നിട്ട് ഇഞ്ചി വെളുത്തുള്ളി ഇട്ടതിന് ശേഷം വലിയ ജീരകം 1 സ്പൂൺ വലിയ ജീരകം ഇട്ട് കൊടുക്കാം. ഒരു 2 സവാള ചെറുതായിട്ട് അരിഞ്ഞ് അതും ഇട്ട് കൊടുക്കാം. നീളത്തെ കനം കുറച്ചരിഞ്ഞത് അതും ഇട്ട് കൊടുക്കാം. ഇട്ടതിന് ശേഷം നമുക്ക് ലേശം കരിവേപ്പില ഇട്ട് ഒരു 2 തക്കാളി ചെറുതായിട്ട് അരിഞ്ഞ് അതും ഇട്ട് കൊടുക്കുക. ഒരു 2 പച്ചമുളകും ഇട്ട് കൊടുക്കുക. എരിക്ക് ആവശ്യമുള്ള പച്ചമുളക് നമുക്ക് ഇട്ട് കൊടുക്കാം. നിങ്ങൾക്ക് എത്ര വേണോ അത്രയും നമുക്ക് ഇട്ട് കൊടുക്കുക എരിക്ക് വേണ്ടി. എന്നിട്ട് നമുക്കതൊന്ന് എല്ലാം കൂടെ ഒന്ന് മൂടി വെച്ച് കൊടുക്കാം. മൂടി വെച്ച് കൊടുക്കുമ്പം തക്കാളി എല്ലാം എന്താ വെന്തുടയും. എന്നിട്ട് അതൊന്ന് മാറ്റി വെക്കാം. തണുത്ത് കഴിയുമ്പോൾ നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. മിക്സിയുടെ ജാറിൽ എല്ലാം കൂടി ഇട്ടതിന് ശേഷം നമുക്കതിനകത്ത് 5-6 അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുക്കാം. അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് കിട്ടും. എന്നിട്ട് ഒരു പിടി മല്ലിയിലയും കൂടെ ഇട്ട് കൊടുക്കാം. മല്ലിയില ഇട്ട് ഇതെല്ലാം കൂടെ ഇട്ടതിന് ശേഷം നമുക്ക് വെള്ളമൊന്നും ചേർക്കേണ്ട. അത് നന്നായിട്ടൊന്ന് അരച്ച് കൊണ്ടുവരാം. നല്ലോണം അരച്ച് കൊണ്ടുവന്ന് മാറ്റി വെച്ചതിന് ശേഷം നമുക്കതിന് ഒരു ചട്ടി അടുപ്പിൽ വെച്ച് അതേ ചട്ടി തന്നെ നമുക്ക് വെച്ച് കൊടുത്തതിന് ശേഷം പിന്നെ കടുക് ഇട്ട് കൊടുക്കുക. 1 സ്പൂൺ കടുക് ഇട്ട് കൊടുത്ത് 2-3 വറ്റൽമുളക് ഇട്ട് കൊടുക്കുക. ഒരു 4-5 കൊച്ചുള്ളി അരിഞ്ഞത് ഇട്ട് കൊടുക്കുക. എന്നിട്ട് കറിവേപ്പില ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കി ഒന്ന് മൂത്ത് കഴിയുമ്പോൾ അതിനകത്ത് മസാലകൾ ഇട്ട് കൊടുക്കാം. മഞ്ഞൾപ്പൊടി, ഗരം മസാല, എന്നിട്ട് നമുക്ക് മുളക് പൊടി, മല്ലിപ്പൊടി, എന്നിട്ട് 1 സ്പൂണ് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുക. കുരുമുളക് പൊടി ഇട്ട് നന്നായിട്ട് ഇതെല്ലാം കൂടെ ഒന്ന് മൂത്ത് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് അതിനകത്തേക്ക് പിന്നെ അരച്ച് കൊണ്ടുവച്ച പേസ്റ്റ് അതിനകത്തേക്ക് ഒഴിച്ച് കൊടുക്കാം. അതെല്ലാം ഒഴിച്ച് ജാറ് ഒന്നുകൂടെ കഴുകി നമുക്ക് ആവശ്യമുള്ള ഗ്രേവിക്ക് അനുസരിച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം. എന്നും പറഞ്ഞ് ഒരുപാട് വെള്ളം പോലെ ആകരുത്. ഗ്രേവിക്ക് ആവശ്യമുള്ള വെള്ളം ഒഴിച്ച് കൊടുത്ത് എല്ലാം മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഉപ്പ് ഇട്ട് കൊടുക്കുക. പാകത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് ആ മുട്ട ഒന്ന് വരഞ്ഞാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. അതിനകത്തേക്ക് നമുക്ക് അതിൻ്റെ മസാല ടേസ്റ്റ് പിടിക്കാൻ വേണ്ടി നമുക്കൊന്ന് വരഞ്ഞിട്ട് കൊടുക്കാം. എന്നിട്ട് അതിന് ശേഷം നമുക്ക് ഒരു മുറി തേങ്ങയുടെ പാലും കൂടെ അതിനകത്ത് ഒഴിച്ച് കൊടുക്കാം. ഒഴിച്ച് കൊടുത്ത് കഴിഞ്ഞിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് നമുക്കെടുക്കാം. കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കാം. നല്ല സൂപ്പർ ടേസ്റ്റിലുള്ള ഒരു മുട്ടക്കറിയാണ്, മുട്ടക്കുറുമയാണ് ഇത്. നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് അതിനകത്തേക്ക് നമുക്ക് ലേശം മല്ലിയിലയും കൂടെ കൊടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും താങ്ക് യു.